KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഓഫീസിൽ സൂപ്രണ്ട് മുതൽ മുകളിലോട്ടുള്ള ആളുകൾ, ഇപ്പോൾ ATOമാരായിട്ടും DTOമാരായിട്ടും നിയമിക്കപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ATOമാരുടെയും DTOമാരുടെയൊക്കെ നിയമനം വരുമ്പോൾ അത് നേരത്തെ അവർ ഡയറക്റ്റായിട്ട് തന്നെ അവിടെ ഈ ചാനലനുസരിച്ച് റിക്രൂട്ട് ചെയ്യപ്പെടുക, അവർ സീനിയോറിറ്റി അനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കുമായിരുന്നു. എന്നാൽ ഇവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇപ്പോൾ KSR റൂളിനെക്കുറിച്ചോ ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ, അതായത് നമ്മുടെ ഈ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മേലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ, കേരള സിവിൽ സർവീസസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ എന്നാണത് പറയും. അതിന് പ്രകാരം നടപടിയെടുക്കുക. അപ്പോൾ ആ KSRും ഈ ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീലും ഇത് മാനുവൽ ഓഫ് പ്രൊസീജിയർ ഇത് പഠിച്ച് പാസ്സായവരെ MOP പരീക്ഷ എഴുതിയ ശേഷം മാത്രമേ ഇപ്പോൾ ഈ ATOമാരൊക്കെ ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഭൂരിഭാഗം ആളുകൾക്കും നിയമപരമായിട്ട് എന്തൊക്കെയാണ് KSRTCയിൽ ചെയ്യേണ്ടതെന്നോ, ഒരു വിഷയമുണ്ടായാൽ അതിനകത്ത് മറുപടി ഇല്ലെങ്കിൽ ഒരു നടപടി എടുക്കേണ്ടത് എങ്ങനെയാണെന്നോ, ആ നടപടിയെക്കുറിച്ച് എങ്ങനെയാണ് KSRTCയിൽ ഇല്ലെങ്കിൽ KSRൽ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചോ യാതൊരു വിവരവും വെളിവുമില്ല. ഇപ്പം ഇത്തരം ആളുകളാണ് ഈ സ്ഥാനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ ഇരിക്കുന്നത്. സാധാരണക്കാരെ അടുത്ത് നീതി ലഭ്യമാകാതിരിക്കുന്ന ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നമാണ് KSRTCയിൽ നമ്മൾ നിലവിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം വിവരാവകാശവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം സർക്കാർ ഇതര വകുപ്പുകളിലെല്ലാം വിവരാവകാശം എന്ന് പറയുന്നത് വളരെ ഗൗരവപൂർവ്വമായി കാണുകയും വിവരാവകാശത്തിൻ്റെ മറുപടി സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുകയും ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ KSRTC ആവട്ടെ വിവരാവകാശ നിയമത്തെ വെല്ലുവിളിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, KSRTCക്ക് ഹൈക്കോടതിയുടേതല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിക്ക് പോലും പുല്ലുവില കൽപ്പിക്കുന്ന കൂട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടുത്തെ പരമാധികാരം മുഴുവൻ കൺട്രോൾ ATOയുടെ കയ്യിലിരിക്കുന്നതെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമ്രാജ്യമാണ്, ഇത് ഇന്ത്യ മഹാരാജ്യത്തിലോ ജനാധിപത്യത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള പരിഗണനയിലോ വരുന്നതല്ല എന്നൊക്കെ ധാരണയും സാഡിസ്റ്റ് മനോഭാവത്തോടു കൂടി ജീവനക്കാരെ പീഡിപ്പിച്ച് രസം കണ്ടെത്തുന്ന മേലുദ്യോഗസ്ഥന്മാരുമാണ് ഇതിനകത്തുള്ളത്. ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വളരെ രസകരമായ സംഭവം, വിവരാവകാശ നിയമത്തിൽ ഒന്നാം അപ്പീൽ കൊടുക്കുവാൻ സംസ്ഥാന വിവരാവകാശമല്ല, കേന്ദ്രത്തിൽ നിന്ന് വിവരാവകാശ നിയമം എഴുതി ഉണ്ടാക്കുമ്പോൾ തന്നെ 2006 വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ലോസായിട്ട് പറയുന്ന ഒന്നാം അപ്പീൽ 30 ദിവസമാണ് ഒന്നാം അപ്പീൽ നമ്മൾ നൽകേണ്ട അതിൻ്റെ യഥാർത്ഥമുള്ള പരിധി വരുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ആ വിവരാവകാശ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. പക്ഷേ KSRTCയിൽ എന്താണ്, KSRTC ആവട്ടെ നിയമത്തെ പരിഷ്കരിക്കുകയാണ്. അതായത് 30 ദിവസം വേണ്ട, 15 ദിവസം മതി, 15 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ സമർപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഇത് നിയമത്തെ വെല്ലുവിളിക്കുക. ഇപ്പോൾ ഇവിടെ അടുത്തിടയ്ക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ജീവനക്കാരുടെ ജനറൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ജനറൽ ട്രാൻസ്ഫർ നടത്തുന്ന ജീവനക്കാർക്ക് ഈ 7 ദിവസത്തെ ജേർണി എന്ന് പറയാം, അതായത് ഏത് ഡിപ്പോയിൽ ജോലി ചെയ്യുന്നോ അടുത്ത ഡിപ്പോയിൽ പോയി ജോലി ചെയ്യുവാൻ വേണ്ടി 7 ദിവസത്തെ അറ്റൻഡൻസ്, 7 ദിവസം ശമ്പളത്തോടു കൂടിയാണ് അവധി കൊടുക്കുന്നത്. അപ്പം 7 ദിവസം ശമ്പളത്തിനോട് കൂടി അവധി മാത്രമല്ല കേട്ടോ, KSR പ്രകാരം ആ ജീവനക്കാരന് തൊട്ട് തലേ മാസത്തെ, അതായത് പ്രസ്തുത മാസത്തെ ആ ശമ്പളത്തിൻ്റെ പകുതിയും കൂടി നൽകണം എന്നുണ്ട്. പക്ഷേ ഇതൊന്നും KSRTC ബാധകമല്ല. ഈ 7 ദിവസത്തെ ഡ്യൂട്ടി തന്നെ ഇവിടെയുള്ള പല സൂപ്രണ്ടുമാരും പല ഓഫീസിലിരിക്കുന്നവരും ഈ 7 ദിവസം കൊടുക്കാതെ മനഃപൂർവ്വമായിട്ട് ആ ജീവനക്കാരൻ്റെ 7 ദിവസം കളയുക. ഇവരെന്ത് രസമാണ് ഇതിൽ നിന്ന് കണ്ടെത്തുന്നത്? ഇവർ ഈ നിയമപരമായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കണം. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഒരു ജീവനക്കാരൻ്റെ അവകാശത്തെ ബലിയർപ്പിക്കുക? ഇപ്പോൾ 7 ദിവസം കൊണ്ട് 7 ദിവസം അവന് ലഭിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അവൻ അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നു. ജനറൽ ട്രാൻസ്ഫറിൽ അവൻ ഇങ്ങോട്ട് പോരുമ്പോൾ അവന് അവിടെ നിന്നുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോരേണ്ടതുണ്ട്. വീടാണ് കുടുംബമായിട്ടാണ് അവിടെ താമസിച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തെ ഇങ്ങോട്ട് വരുത്തേണ്ടതുണ്ട്. ഇനി മറ്റൊരു സ്ഥലത്താണെങ്കിൽ അവിടെ പോയി ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയോ ഒരു മുറി കണ്ടെത്തുകയോ ഈ സാധന സാമഗ്രികൾ അങ്ങോട്ട് കൊണ്ടുപോവുകയോ മറ്റ് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ വീട്ടിൽ നടത്തേണ്ട ക്രമീകരണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇത് മനുഷ്യജീവനാണ്. പക്ഷേ ഓഫീസിലിരിക്കുന്നവർക്ക് ഇതൊക്കെ വെറും മനുഷ്യജീവനല്ല, ഇത് മൃഗങ്ങളെ പോലെ, ഇത് അടിമപ്പണിക്ക് വന്നിരിക്കുന്നവരെ പോലെ, ഇവർക്കിതൊന്നും നൽകേണ്ടതില്ല എന്ന ചിന്താധാരയാണ് KSRTCയിൽ ഓഫീസിലിരിക്കുന്നവർക്ക്. KSRനെ കുറിച്ചോ ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീലിനെ കുറിച്ചോ വിവരാവകാശത്തെ നിയമത്തെക്കുറിച്ചോ ഇവർക്ക് യാതൊരു അറിവുമില്ലെന്നല്ല. ആ അറിവുണ്ടെങ്കിൽ തന്നെ അഹങ്കാരത്തിൽ, അതായത് എന്ത് ചെയ്താലും ഞങ്ങൾ എന്ത് ചെയ്താലും ട്രേഡ് യൂണിയൻ നേതാക്കൾ ഞങ്ങളെ സംരക്ഷിക്കും, ഞങ്ങളെ അവർ നോക്കിക്കോളും എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇവർ നിയമത്തെ സമീപിക്കുന്നത്. അങ്ങനെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ ഞാൻ ഏതൊക്കെയാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുക. കാരണം സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ വെല്ലുവിളിക്കുവാൻ വേണ്ടി ഒരു സൂപ്രണ്ട് റെഡിയായിരിക്കുന്നു. കാരണം എന്താണ്? ഇവിടുത്തെ ഈ അംഗീകൃത യൂണിയൻ്റെ വാറോലകൾ, അവിടുത്തെ അംഗീകൃത യൂണിയൻ്റെ ചോട്ടാ നേതാക്കൾ കൂട്ടത്തിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഭയക്കേണ്ടെന്നുള്ള തീരുമാനമാണ്.
പിന്നെ KSRTC ആരെ ഇവർക്ക് വെല്ലുവിളിക്കാം, ആരുടെ സർവീസ് ബുക്കിൽ എന്ത് കോപ്രായം കാണിക്കാം, ആരുടെ ശമ്പളം വേണമെങ്കിലും വെട്ടിക്കുറയ്ക്കാം, ആരുടെ ആനുകൂല്യം വേണമെങ്കിലും ഇല്ലാതാക്കാം, ആരുടെ അറ്റൻഡൻസ് വേണമെങ്കിലും കളയാം, ആർക്ക് വേണമെങ്കിലും ട്രെയിനിങ്ങിന് പോകുമ്പോൾ ശമ്പളമില്ല എന്ന് ഇവർക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഓഫീസിലുള്ള ആളുകളോട് ഞങ്ങൾക്ക് വളരെ ഇതായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ ചോട്ടാ നേതാക്കന്മാരുടെ പിൻബലത്തിൽ ഈ വിവരാവകാശ നിയമത്തെയും കോടതി ഉത്തരവുകളെയും ജീവനക്കാരുടെ അവകാശങ്ങളെയും വെല്ലുവിളിക്കുന്നവർക്കൊരു മറുപടിയായി ഇത്തരത്തിൽ വിവരാവകാശ നിയമത്തിൽ 30 ദിവസം അപ്പീൽ കൊടുക്കാനുണ്ടായിരിക്കെ അത് 15 ദിവസം ആയിട്ട് വെട്ടിച്ചുരുക്കി തൻ്റെ അടുത്തം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരായി ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നു. KSRTCയിൽ യാതൊരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്തെ ഒരു നിയമത്തിന് പെട്ടവരല്ല, ഞങ്ങൾ മറ്റേതോ സാമ്പ്രായത്തിലുള്ളവരാണെന്ന് കരുതുന്ന ഓരോ മേലുദ്യോഗസ്ഥന്മാർക്കും MOP പാസ്സാകാതെയും എന്താണ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീലെന്നും എന്താണ് KSR എന്നും അറിയാതെ അവിടെ ഇരുന്നു കൊണ്ട് തൊഴിലാളി ദ്രോഹം നടത്തുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പിന്നിൽ വെൽഫെയർ അസോസിയേഷനുണ്ട്, ഞങ്ങൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ. ഇത്തരത്തിൽ നിയമത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്യുന്ന ഓരോരുത്തരെയും കരുതിയിരിക്കുക, ഞങ്ങൾ പിന്നാലെ ഉണ്ട് എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. നന്ദി. Thank you.